വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ വീഡിയോയുമായി. 2026 ഗാഡ്ജറ്റ്സിന്റെ വില വീണ്ടും കൂടുന്നു. എന്തുണ്ട്? നിങ്ങൾ കഴിഞ്ഞ വർഷമായി കേട്ട് കാണും, നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഗാഡ്ജറ്റ്സിന്റെ വില കൂടുന്നു. എന്തുകൊണ്ടാണ് ഈ വില കൂട്ടത്തിന് കാരണം, വിലക്കയറ്റത്തിന് കാരണം? അതായത് ഒറ്റ കാരണമുള്ളൂ, പ്രൈസ് ഇൻക്രീസ് ആയത് റാമിനാണ്. മെമ്മറി, ഈ ഒറ്റ സാധനത്തിനാണ് വില കൂടിയത്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ ഗാഡ്ജറ്റ്സിനും വില എന്തായാലും കൂടും. കാരണം മൊബൈൽ വർക്ക് ചെയ്യുന്നത് റാമിലാണ്. മൊബൈലിൻ്റെ ഉള്ളിലത്തെ കമ്പോണൻ്റ് ആണ് റാം. സോ റാം ഇല്ലാതെ ഒരു മൊബൈൽ വർക്ക് ചെയ്യില്ല. പിസിക്ക് കമ്പ്യൂട്ടർ, ഡെസ്ക്ടോപ്പ് ഇതൊക്കെ റാം ഇല്ലാതെ വർക്കാവില്ല. ലാപ്ടോപ്പ് ഇതൊന്നും റാം ഇല്ലാതെ വർക്കാവില്ല. കൂടാതെ ടാബ്ലറ്റ് ഇതിനും റാം ഇല്ലാതെ വർക്കാവില്ല. സോ റാമിൻ്റെ വില കൂടുമ്പോൾ തീർച്ചയായും ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സിന്റെ വില മസ്റ്റായിട്ടും കൂടിയിരിക്കും. അതിൽ നമുക്ക് വലിയ കൺഫ്യൂഷനും വേണ്ട. അപ്പോൾ റാമിന്റെ വില കൂടാൻ കാരണം എന്തുകൊണ്ടാണ്? എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുക, അതിന്റെ ടെമ്പററി ഫയൽസ്, റാമിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുക, അതിന്റെ ടെമ്പററി ഫയൽസ് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? അത് ഈ റാമിലാണ്. പിന്നെ എന്തായാലും SD കാർഡ് അതുപോലെയുള്ള സാധനങ്ങളുടെ വില കൂടിയാൽ, അത് സ്റ്റോറേജ് ഡിവൈസസ് ആയിട്ടുള്ള NVMe SSD അങ്ങനത്തെയുള്ള സാധനങ്ങളുടെ വില കൂടിയാലും എന്തായാലും ഗാഡ്ജറ്റ്സിന്റെ വിലയും എന്തായാലും കൂടും. അപ്പോൾ അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് റാൻഡം ആക്സസ് മെമ്മറി. ഒരു ബാക്ക് ബോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. മിക്ക ഡിവൈസിൻ്റെയും ബാക്ക് ബോൺ ആണ് റാൻഡം ആക്സസ് മെമ്മറി. അതിൻ്റെ സ്പീഡും അതിൻ്റെ കപ്പാസിറ്റി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അത്രയും കാര്യങ്ങളല്ല, വളരെ വലിയ വലിയ കാര്യങ്ങൾ ഈ റാമിൽ ബേസ് ചെയ്തിരിക്കുന്നു. കൂടാതെ അതായത് കുറേ ഫാക്ടേഴ്സ് ആണെങ്കിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് പറയാൻ. വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോൾ, അതുകൊണ്ട് എല്ലാ ഫാക്ടേഴ്സും പറയുന്നില്ല. എന്തുകൊണ്ടാണ് റാമിന് വില കൂടിയത്? നമ്മുടെ ഇഷ്ടം പോലെ AI കമ്പനികൾ നിങ്ങൾക്ക് അറിയാലോ. ചാറ്റ് GPT, ഗൂഗിൾ, ജെമിനൈ, അങ്ങനെയുള്ള കുറേ AI കമ്പനികളുണ്ട്. ഇവർക്കൊക്കെ റാം ഭയങ്കര യൂസ് ഉണ്ട്. സോ ഇവർ ലക്ഷക്കണക്കിന് എന്നാണ് പറയാം, ഈ ലക്ഷക്കണക്കിന് റാമുകൾ, ചിപ്പുകൾ വാങ്ങിക്കൂട്ടിയതോടെ മാർക്കറ്റിൽ റാം ചിപ്പിന് ഷോർട്ടേജ് ഉണ്ടായി. ഇതാണ് സംഭവം. എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ വേറെ പറയേണ്ട ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കമ്പനികളാണുള്ളത്. അതായത് റാം ഉണ്ടാക്കുന്ന 3 കമ്പനികളാണുള്ളത്. ഒന്ന് സാംസങ്, SK ഹൈനിക്സ്, കൂടാതെ മൈക്രോ. ഈ 3 കമ്പനികളും തന്നെ റാം ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ മൊബൈലിലേക്കുള്ള DDR ടൈപ്പ്, മൊബൈലിലും ലാപ്ടോപ്പിലും PCയിലൊക്കെ ഉപയോഗിക്കുന്ന DDR ടൈപ്പ് റാം നിർത്തിവെച്ച്, അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് ഈ AIക്ക് വേണ്ട റാം ഉണ്ടാക്കാൻ കൂടുതൽ തുടങ്ങി. വേറെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് PC ഉണ്ടാക്കുന്ന ബ്രാൻഡ്സായ ASUS, ഡെൽ ഇങ്ങനത്തെ ബ്രാൻഡ്സ് റാമിൻ്റെ വില കൂട്ടിയത് കാരണം അവരുടെ ഗാഡ്ജറ്റ്സിന് വില കൂട്ടുന്ന 2026 പ്രഖ്യാപിച്ചിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. 2026 അവരുടെ ഗാഡ്ജറ്റ്സിന്റെ വില കൂടുമെന്ന്. ലെനോവോ, ASUS ഇങ്ങനത്തെ ബ്രാൻഡുകളും ചിലപ്പോൾ വില കൂട്ടാൻ സാധ്യതയുണ്ട്. കാരണം ബിക്കോസ് ഡെല്ലും ASUS ഒക്കെ വില കൂട്ടുന്നത് കൊണ്ട് തന്നെ ലെനോവോവും Acer ഇങ്ങനത്തെ ബ്രാൻഡ്സും വില കൂട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ ഇവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, ഇവർ എന്തായാലും വില കൂട്ടുന്നത് 20-30% ആണ് ഇവർ വില കൂട്ടാൻ സാധ്യത എന്നല്ല, എന്തായാലും കൂട്ടും, ഉറപ്പാണ്. കൂടാതെ തന്നെ ലാപ്ടോപ്സ്, മാക്ക് വില കൂട്ടാനുള്ള സാധ്യത എന്നല്ല, കൂട്ടിയിരിക്കും. കൂടാതെ തന്നെ മൊബൈൽ ഫോൺ എടുത്തു വരേണ്ട കാര്യമാണ്. മിക്കവരും ലാപ്ടോപ്പ് മേടിക്കാത്ത മിക്കവരുടെയും മൊബൈൽ ഫോൺസ് ഉണ്ട്. മിക്കവരുടെയും ലാപ്പില്ലാത്തവരായാലും ഉള്ളവരായാലും എന്തായാലും എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഉണ്ടാവല്ലോ. അപ്പോൾ മൊബൈൽ ഫോണും ഇതുപോലെ ഭയങ്കര ഡിഫിക്കൽട്ടീസ് നേരിടുന്നുണ്ട്. കാരണം റാമിൻ്റെ വില മൊബൈൽ ഫോണും എഫക്റ്റ് ചെയ്യും. അങ്ങനെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് OnePlus 15 വില ഭയങ്കര ഹൈ ആണ്. ബിക്കോസ് ഈ റാമിൻ്റെ വില കൂടിയതുകൊണ്ട് തന്നെയാണ് ഈ OnePlus 15 വിലയും കൂടാൻ കാരണം. അത് പിന്നെ വേറെ കാരണം കൊണ്ടൊന്നായിരിക്കില്ല, റാമിൻ്റെ വില കൂടിയ കൊണ്ടാണ്. ആയിരിക്കുന്നല്ല, ആണ്, ഡെഫിനറ്റ്ലി ആണ്. കൂടാതെ തന്നെ സാംസങ്ങും ഷവോമി അവർ രണ്ടുപേരും ഈ 2 കമ്പനികളും വില കൂട്ടിയിരിക്കും. ഡെഫിനറ്റ്ലി അത് കൂട്ടിയിരിക്കും. പിന്നെ ഈ OnePlus ഒക്കെ അനൗൺസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിലക്ക് OnePlus 15 ഒക്കെ ഈ വിലക്ക് കൊടുക്കണം തന്നെ വലിയ കാര്യമാണ്. ബിക്കോസ് മറ്റുള്ള അതർ കമ്പോണൻസും അതിനകത്ത് ഇമ്പോർട്ടൻസ് ആണല്ലോ. ഓൺലി റാമും സ്റ്റോറേജ് മാത്രമല്ലല്ലോ, അതിനകത്തുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള
കുറേ സംഭവം ഉണ്ടല്ലോ, മദർ ബോർഡ്, ബാറ്ററി, ക്യാമറ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും, CPU, ഇങ്ങനെ പല പല കാര്യങ്ങൾക്കും ഇപ്പോഴും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡിമാൻഡ് കൂടുന്തോറും അതുമാത്രമല്ല എല്ലാവരുടെയും യൂസേജ്, എത്ര ഫോൺസാണ് ഒരു ദിവസം വിറ്റ് പോണത്. ഒരു ദിവസം വെച്ചാൽ ഈ ലോകത്ത് ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും ലോകത്ത് എത്ര ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പൊക്കെ ഒരു ദിവസം വിറ്റ് പോകണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇൻസൈനാണ്. ആണെങ്കിൽ അതായത് എൻ്റെ നിർമ്മാതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, ഇവർ എത്ര പൈസ കൊടുത്തും റാം മേടിക്കും. അപ്പോൾ ഇവിടെ പെടാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ കമ്പനികളായിരിക്കും. കാരണം ഇവരുടെ അത്രയും ബഡ്ജറ്റ് ഉണ്ടാവില്ല. സ്മാർട്ട് ഫോൺ നമുക്കറിയാലോ, ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ് ഉണ്ട്, പ്രീമിയം സ്മാർട്ട് ഫോൺസ് ഉണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ ആൾക്കാരാണെങ്കിൽ എത്ര പൈസ കൊടുത്തു വേണമെങ്കിലും അവർ റാം വാങ്ങും. കാരണം അത്രയ്ക്കും പൈസ അവരുടെ ഉണ്ട്. കോടികൾ അവരുടെ ഇതിന് റാമിനോട് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. സാംസങ്ങിൻ്റെ റാമിനും ഒക്കെ ഭയങ്കര ഡിമാൻഡുമാണ് ഇപ്പോൾ ഐക്ക് വേണ്ടി. അതായത് ഐക്കാണെങ്കിൽ ഏതിനാണ്, ഡിവൈസിനാണെങ്കിലും ഭയങ്കര ഡിമാൻഡുണ്ട്. സാംസങ്ങിൻ്റെ ആയാലും മൈക്രോനായാലും ഏതിനായാലും ചിപ്പുകൾ അതായത് റാം ചിപ്പുകൾ കിട്ടുന്നില്ല എന്നാണ് അവരിപ്പോൾ പറഞ്ഞു വരുന്നത്. സോ ഇനി നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ. ആരെയും ലാപ്ടോപ്പോ മൊബൈൽ ഫോൺസ് PC ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനോ മേടിക്കാനോ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇപ്പം തന്നെ മേടിച്ചു. ഭാവിയിൽ നിന്നല്ല, കുറച്ച് നാളെ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ അതായത് വില ഭയങ്കര കൂടുതലായിരിക്കും. സോ മേടിക്കാനുള്ളവർ ഇപ്പം തന്നെ മേടിക്കുക, കാത്തിക്കാനൊന്നുമില്ല. നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ EMI സ്കീംസും ഒക്കെ അവൈലബിൾ ആണ്. ക്യാഷ് ഫണ്ടുള്ളവർക്ക് അങ്ങനെ വാങ്ങാം. EMIക്ക് അറിയാലോ, ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ ബജാജ് ഫിൻവെസ്റ്റ് അങ്ങനെയുള്ള കുറേ എന്നല്ല, ഇങ്ങനെയുള്ള കമ്പനീസൊക്കെ ഇപ്പോൾ EMIക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. സോ ഗാഡ്ജറ്റ്സ് വാങ്ങാൻ ഇന്ന് സിമ്പിളാണ് EMI ഉപയോഗിച്ച്. നമ്മുടെ പ്രതീക്ഷ ഒന്നിലേ ഉള്ളൂ, 2027. ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷ വെക്കേണ്ട കാര്യമുള്ളൂ. കാരണം 2026 എന്തായാലും വില കൂടിയാൽ പിന്നെ കുറയാൻ പോണില്ല. 2027 പിന്നെ ചിലപ്പോൾ വില കുറയാൻ ചാൻസസ് ആണ്. കുറയോ ഇല്ലെന്ന് നമുക്കറിയില്ല, ചാൻസസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബി 2027 കുറയാനാണ് ചാൻസസ്. അപ്പോൾ മേടിക്കാനുള്ളവർ ഇപ്പം തന്നെ മേടിക്കുക. അതാണ് എല്ലാവർക്കും അല്ല, പറയാനുള്ളവർക്കൊക്കെ പറയാനുള്ളത്. എന്തായാലും ഓഫറും ഡിസ്കൗണ്ടും ഒക്കെ നമ്മളതിന് അധികം പ്രതീക്ഷിക്കൊന്നും വേണ്ട. കാരണം റാമിൻ്റെ വില കൂടിയല്ലോ. സോ ഓഫേഴ്സും ഡിസ്കൗണ്ടൊക്കെ കുറയാനാണ് ചാൻസസ് അല്ല, മിക്കവാറും കുറയും. ഒരു കാര്യമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നില്ലെങ്കിൽ നമ്മൾ ഫീച്ചേഴ്സ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ഹൈ റേറ്റ് കൊടുത്ത് റാം വാങ്ങേണ്ടി വരും. രണ്ടിലേതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പറഞ്ഞ് ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ ഒപ്പീനിയൻ വാങ്ങാനുള്ളവർ ഇപ്പോൾ വാങ്ങുക. ഇനി അതല്ല, എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു മൊബൈൽ മേടിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ റാം കുറഞ്ഞ മൊബൈൽസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ലാപ്ടോപ്സ് ആയിക്കോട്ടെ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ, റാം കുറഞ്ഞതും അവൈലബിൾ ആണ്. എക്സാമ്പിൾ 3GB റാം, 4GB റാം ഇതൊക്കെ അവൈലബിൾ ആണ്. സോ 8GB റാം വാങ്ങുന്ന സ്ഥലത്ത് 4GB റാമൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ. ബി അങ്ങനെയും വരാം. 8GB റാം ഫിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് 4GB റാം ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബിക്കോസ് പ്രൈസ് കമ്പയർ ആണെങ്കിൽ 8GB റാമിൻ്റെ പ്രൈസിന് 4GB റാം അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. കാരണം അത്രയും എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു. വാങ്ങാനുള്ളവർ ഇപ്പോഴാണ് വാങ്ങുക. കുറച്ച് നാളായിട്ട് വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളവർക്കാണെങ്കിൽ റാം നല്ല ഫീച്ചർ കുറച്ചുള്ള റാമേ കിട്ടുള്ളൂ. അതായത് മൊബൈലിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ലാപ്ടോപ്പിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പിൻ്റെ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, 8GB റാം വാങ്ങുന്ന 4GB റാമൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ കുറച്ച് നാളായിട്ട് വാങ്ങുവാണെങ്കിൽ. ഇപ്പോഴും കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കുറച്ചും കൂടി. എന്നാലും ഇനിയും കൂടാൻ ചാൻസസ് ഉണ്ട്. ചാൻസസ് അല്ല, എന്തായാലും ഉറപ്പായിട്ടും കൂടിയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.